തന്റെ പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതിനു വേണ്ടി നെതന്യാഹു പരമാവധി കളിക്കേണ്ട കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിട്ടും നെതന്യാഹുവിന് യാതൊരു രക്ഷയുമില്ല എന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നെതന്യാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ഇസ്രായേലികളാണ് ഓരോ ദിവസവും ടെല്ലവീവിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കരസേനയുടെ മേധാവിയായിരുന്ന മേജർ ജനറൽ താമിർ യദായി രാജിവെച്ചത് വലിയ വാർത്തയായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിവെക്കുന്നത് എന്നാണ് താമിർ യദായി ചില ഇസ്രായേലി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇദ്ദേഹത്തിന്റെ രാജി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ഇസ്രായേൽ സേനയുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഹെർസെ ഹെലേവിയും സ്വീകരിച്ചിരുന്നു. ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മേജർ ജനറൽ താമിർ യദായിയെ കരസേനയുടെ തലപ്പത്ത് നിന്നും മാറ്റാൻ ഇസ്രായേൽ സൈന്യവും സർക്കാരും തീരുമാനിച്ചിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം സ്വയം സ്ഥാനമൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത് എന്നാണ്. 3 വർഷമായി ഇസ്രായേൽ കരസേനയുടെ തലവനായി സേവനമനുഷ്ഠിച്ചിരുന്ന മേജർ ജനറൽ താമിർ യദായിക്ക് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായത് ഗസ യുദ്ധത്തിൽ ഹമാസ് നൽകിയ അതിമാരകമായ തിരിച്ചടികളാണ്. ഇതിനിടെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യം രംഗത്ത് വന്നിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇതിനിടെയാണ് വീണ്ടും ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് ശക്തമായ ഭീഷണി വന്നിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ജനറലായ അലി അബ്ദുല്ലാഹിൻ ഇന്നലെ പ്രതികരിച്ചത് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തില്ല എന്ന് ഇസ്രായേൽ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള യാതൊരു സ്വപ്നവും ഇസ്രായേൽ കാണേണ്ടതില്ല. അതിമാരകമായ തിരിച്ചടി ഏത് നിമിഷവും ഇസ്രായേലിന് നേർക്ക് ഉണ്ടാകും. അത് എപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണം എന്നത് ഇറാൻ തീരുമാനിക്കുമെന്നാണ് ബ്രിഗേഡിയർ ജനറൽ അലി അബ്ദുല്ലാഹി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനിടെ റഷ്യയും ഇറാനും തമ്മിൽ സുപ്രധാനമായ ചില ആയുധ കൈമാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഫതഹ് 360 വിഭാഗത്തിൽപ്പെട്ട നിരവധി മിസൈലുകൾ ഇറാൻ റഷ്യക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിരിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2023 ഡിസംബർ 13 റഷ്യയും ഇറാനും തമ്മിലുണ്ടാക്കിയ ഉടമ്പടി പ്രകാരമാണ് ഇറാൻ റഷ്യക്ക് മിസൈലുകൾ കൈമാറിയിരിക്കുന്നത് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2022 ഒക്ടോബർ മാസത്തിൽ ഫതഹ് 110 വിഭാഗത്തിൽപ്പെട്ട നിരവധി മിസൈലുകൾ ഇറാൻ റഷ്യക്ക് നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം നോർത്തേൺ ഇസ്രായേലിലേക്ക് 115 ആക്രമണങ്ങളാണ് മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള നടത്തിയത്. ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ സൗത്തേൺ ലബനാനിലെ 14 സ്ഥലങ്ങളിലാണ് ബോംബാക്രമണം നടത്തിയത്. ഇരുഭാഗത്തുമായി എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല.